ഒരു പ്രേതകഥ പറയട്ടെ. കിഴക്കമ്പല അടുത്തുള്ള ഒരു ഫ്ലാറ്റിൽ നിന്ന് എൻ്റെ ഒരു കൊളീഗിനും ഫാമിലിക്ക് നേരിടേണ്ടി വന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. ഫ്ലാറ്റിന്റെ നെയിം ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ. ഇവർ ഈ ഫ്ലാറ്റിലേക്ക് താമസിക്കാൻ വന്ന ഡേ 1 തൊട്ടിട്ട് ഫുൾ നെഗറ്റീവ് ആയിരുന്നേ. നമ്മൾ ഈ പുതിയ വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ പാല് കാച്ചുമല്ലോ, അങ്ങനെ ഇവർ ഈ ഫസ്റ്റ് ഡേ പാല് കാച്ചിയപ്പോൾ ആ പാല് എന്ന് ഇത് തിളച്ച് വരുന്നുണ്ടായില്ല എന്ന്. അത് പിന്നെ അവർ അത്ര കാര്യമാക്കിയില്ല കേട്ടോ. പിന്നീട് അങ്ങോട്ട് ഈ ചേട്ടന് ഫുൾ അസുഖങ്ങളായിരുന്നു. പിന്നെ കൂട്ടത്തിൽ ഒരു വട്ടം വണ്ടി ആക്സിഡന്റ് ആവുകയും ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഇവർക്ക് മാത്രമല്ലായിരുന്നു കേട്ടോ ഈ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടായത്. ഇവരെ കാണാൻ വരുന്നവർക്കും ഇത് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ ഇവരുടെ ഒരു റിലേറ്റീവ് ഇവരെ കാണാൻ വന്നപ്പോൾ ആള് ലിഫ്റ്റിൽ തല ഇറങ്ങി വീണു. പിന്നെ ഈ ചേട്ടന്റെ ഫ്രണ്ട്സ് ഇവരെ കാണാനായിട്ട് ഫ്ലാറ്റിൽ ചെന്നപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും എന്തോ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുകയും അവിടെ വെച്ച് തന്നെ ഇവർ വന്ന വണ്ടി കേടാവുകയും ചെയ്തു. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെ എപ്പോഴും അസുഖങ്ങളും ഇതുപോലുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ആയതോടുകൂടി തന്നെ ഈ ചേട്ടൻ അറിയാവുന്ന ഒരാളെ കൊണ്ട് ഇതൊന്ന് നോക്കിച്ചു. അപ്പോഴാണ് പറയുന്നത് ഈ എൻ്റെ ഫ്ലാറ്റിരുന്ന സ്ഥലം ഒരു ശ്മശാനമായിരുന്നു അത്രേ. ആ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് ചേട്ടന്റെ കുട്ടി ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. കുട്ടിയോടി ഹോസ്പിറ്റലായപ്പോഴേക്കും ചേട്ടൻ പെട്ടെന്ന് തന്നെ വേറൊരു ഫ്ലാറ്റ് കണ്ടെത്തി. പിന്നീട് കുട്ടീനെ ഡിസ്ചാർജ് ചെയ്ത് ഇവർ നേരെ പുതിയ ഫ്ലാറ്റിലോട്ടാണ് കേട്ടോ പോയത്. ഇവർക്കുണ്ടായ ഈ എക്സ്പീരിയൻസസ് ഇവരെ ഓണറുമായിട്ട് ഷെയർ ചെയ്തെങ്കിലും ആൾ ഒട്ടും സർപ്രൈസ്ഡ് ആയില്ല എന്ന്. ഇതെല്ലാം ഓൾറെഡി അറിയുന്ന പോലെയായിരുന്നു പുള്ളി ബിഹേവ് ചെയ്തത്. ഇവർക്ക് ശേഷം അവിടെ വേറൊരു ഫാമിലി താമസിച്ചെങ്കിലും അവരും ഒരു മാസത്തിന് മേലെ അവിടെ നിന്നില്ല കേട്ടോ. നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പോൾ ഫോളോ ഫോർ മോർ. ബൈ ഓൾ.